ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പാസ്റ്റ് ലൈഫിൻ്റേതായിട്ടുള്ള കർമ്മയുണ്ടോ എന്നുള്ളതാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതിൽ വളരെ കുറച്ച് കാർഡ്സ് തന്നെ എടുത്തപ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു എനർജി കിട്ടുന്നുണ്ട്. ലൈക്ക് നിങ്ങളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കർമ്മ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൻ്റേതായിട്ടുള്ളൊരു ബന്ധം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നമ്മളുടെ ഏകദേശം നിങ്ങൾക്ക് നമ്മളുടേതായിട്ടുള്ളൊരു പാസ്റ്റ് ഓരോ ജന്മവും നമ്മളിപ്പോൾ എടുക്കുന്ന ഓരോ ജന്മവും പാസ്റ്റ് ലൈഫിൻ്റേതായിട്ടുള്ള കർമ്മയാണ് അത്. ഓക്കെ, നമ്മൾ പാസ്റ്റ് ലൈഫിൻ്റേത് ചെയ്തിട്ടുള്ള പല കർമ്മങ്ങളുടെയും 60% എടുത്തിട്ടാണ് നമുക്ക് ഈ ഒരു ജന്മം ശരിക്കും പറഞ്ഞാൽ പാസ്റ്റ് ലൈഫിൻ്റേതായിട്ടുള്ള കർമ്മ 60% തന്നെ കാണിക്കുന്നുണ്ട് ഇവിടെ. ഐ എം സോറി, ഞാൻ എപ്പോഴും നമുക്കെന്ന് പറഞ്ഞ് ശീലമായി പോയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ശരിക്കും കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൻ്റേതായിട്ടുള്ള ചില കണക്ഷൻസ്. അത് നിങ്ങൾക്ക് തന്നെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ വളരെ വിത്തിൻ ഒരു ചെറിയ സമയം കൊണ്ട് അല്ലെങ്കിൽ ചെറിയ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ നിങ്ങൾ വല്ലാതെ എന്താ പറയുക ജന്മജന്മാന്തരങ്ങളായിട്ട് അറിയാവുന്ന വ്യക്തികളെ പോലെ നിങ്ങൾ പെരുമാറിയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ കണ്ട് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾ അത്രയും ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ വേറെ ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് കുറച്ചും കൂടി ഒരു എന്താ പറയുക എല്ലാവരെക്കാട്ടും നിങ്ങൾക്കിപ്പോൾ വേറെ എന്ത് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ജീവന് തുല്യം ഇവർ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നതും അല്ലെങ്കിൽ നിങ്ങളും അങ്ങോട്ട് സ്നേഹിച്ചിരുന്നതുമായിട്ടുള്ള പല വ്യക്തികളുണ്ടായിരിക്കും, കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം ഇവരെ കഴിഞ്ഞിട്ടേ ഉണ്ടായിരിക്കുള്ളൂ നിങ്ങൾക്ക് ആരും. കാരണം ഇത് മുൻജന്മ കണക്ഷനാണ്, ഈ ജന്മവുമായിട്ട് ബന്ധപ്പെട്ടവരല്ല. ഇത് നിങ്ങൾക്ക് പൂർവ്വജന്മത്തിലെ അറിയാവുന്ന വ്യക്തികളാണ്. അപ്പോൾ ആ വ്യക്തികൾ തമ്മിൽ നിങ്ങൾക്ക് എന്താ പറയുക ബോധ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഇന്നർ സെൽഫിന് പരസ്പരം അറിയാം. നിങ്ങളുടെ സോളുകൾക്ക് പരസ്പരം എവിടെയോ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വളരെ ക്ലോസ്ഡ് ആവുക. നിങ്ങളെല്ലാവരുമായിട്ടും അങ്ങനെ പെട്ടെന്ന് ക്ലോസ്ഡ് ആവുന്ന വ്യക്തികളൊന്നും ആയിരിക്കില്ല, പക്ഷേ ഈ ഒരു വ്യക്തിയുമായിട്ട് പെട്ടെന്ന് ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരിക്കും. പിന്നെ ഒരു തരത്തിലും എന്താ പറയുക ഒരു റിലേഷൻഷിപ്പിലാവേണ്ട തരത്തിലുള്ള ഒരു ബന്ധമായിട്ടായിരിക്കില്ല നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കാം. ഇത് കർമ്മ റിലേറ്റ് ചെയ്ത് വന്നതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതിൽ ഒരു മാരീഡ് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. ഇതങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ഓൾറെഡി മാരേജ് ചെയ്തിട്ടുള്ളവരുടെ ലൈഫിലേക്കായിരിക്കണം ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് വന്നിട്ടുണ്ടായിരിക്കുക. ആൻഡ് ഈ ഒരു വ്യക്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പാസ്റ്റ് ലൈഫിൻ്റെതാണെങ്കിൽ ഇവിടെ എനർജി കാണിക്കുന്നത് ഏറെക്കുറെ പേർക്കും ഇത് ഒട്ടും തന്നെ എന്താ പറയുക മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാഹചര്യങ്ങൾ അനുകൂലമാവാത്ത ടൈപ്പ് ഓഫ് ഒരു രണ്ട് കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരായിരിക്കണം നിങ്ങൾ. ഒട്ടും പരിചയപ്പെടാനോ അല്ലെങ്കിൽ ഒട്ടും തന്നെ പരിചയപ്പെട്ട് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ ഒരു ലൈഫ് ലോങ് കൂടി ഉണ്ടാവാനോ പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഒട്ടും ഒരു എന്താ പറയുക അങ്ങനെ ഒരു ബന്ധമായിരിക്കില്ല കാണുമ്പോൾ. ലൈക്ക് ഇവിടെ എനർജി കിട്ടുന്നത് ഏറെക്കുറെ പേർക്കും ഏജിൻ്റെ ഡിഫറൻസ് നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങളെക്കാളും ഏജ് മൂത്തതായിരിക്കാം, ലേഡീസിന് ഏജ് കുറച്ച് കൂടുതലായിട്ടും നിങ്ങളിൽ കണക്റ്റഡായിട്ട് നിൽക്കുന്ന പാർട്ട്നേഴ്സിന് ഏജ് കുറവായിട്ടും നിൽക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ പുരുഷന്മാരാണെങ്കിൽ അവർ കണക്റ്റഡായിട്ട് നിൽക്കുന്ന ലേഡീസിന് കുറച്ച് ഏജ് കുറവുമായിരിക്കാം. അങ്ങനെയും വരാം. ഏജിൻ്റെ നല്ല ഒരു ഇൻഫ്ലുവൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ഒരു ജന്മം നിങ്ങളുടേതായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എനിക്ക് എനർജീസ് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് ഈ റിലീജിയൻ എന്ന് കിട്ടുന്നുണ്ട്. അതായത് കാസ്റ്റ്, ഡിഫറെൻറ്റ് കാസ്റ്റിലുള്ള ആൾക്കാരായിരിക്കണം നിങ്ങൾ അന്നും ഇന്നും. എല്ലാവരുടെ എനർജി അല്ല പറയുന്നത്, കിട്ടുന്ന എനർജി മാത്രമാണ് ഇവിടെ നിന്ന് പറയുന്നത് കേട്ടോ. അന്നും ഇന്നും എന്തുകൊണ്ടൊക്കെയോ ഒരു റിലീജിയൻ അല്ലെങ്കിൽ ഒരു കാസ്റ്റിൻ്റെ നിങ്ങളുടെ ജാതി എന്ന് വേണമെങ്കിൽ പറയാം. അതൊന്നും ശരിക്കും ഇവിടെ പറയാൻ പാടില്ലാത്തതാണ്. ജാതി, രണ്ട് ഡിഫറെൻറ്റ് ജാതിയിൽപ്പെട്ടവരായിരിക്കണം നിങ്ങൾ. ഓക്കെ, കഴിഞ്ഞ ജന്മത്തിലും ഈ ജന്മത്തിലുമായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ എനിക്ക് എനർജി വേറെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ബാ അങ്ങനെ വെച്ചിട്ടുള്ളൊരു
സ്ഥലത്തിൻ്റെ എനർജി എനിക്ക് കിട്ടുന്നു. ഓക്കെ, നിങ്ങളിപ്പോൾ താമസിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത വ്യക്തികൾ എവിടെയെങ്കിലും താമസിക്കുന്നതോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതോ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് വരുന്ന സ്ഥലങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് ബാംഗ്ലൂർ, ബോംബെ, അല്ലെങ്കിൽ ബാലുശ്ശേരി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തികളുടെയോ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ട് വരുന്ന ഏതെങ്കിലും സ്ഥലം ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിക്കുക. എന്തോ ഒരു എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ ഒരു കണക്ഷൻ എനിക്കിവിടെ കിട്ടുന്നുണ്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, ആൻഡ് ടീച്ചിങ് ഫീൽഡ് നന്നായിട്ട് വരുന്നുണ്ട്. ആരെങ്കിലും ടീച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിട്ട് ഉണ്ടെങ്കിൽ പറയാം. ജസ്റ്റ് ഒരു കണക്ഷൻസുകൾ, ഞാൻ എനർജികൾ പറയുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ജന്മം ഈ ഒരു വ്യക്തിയുമായിട്ട് കർമ്മയുണ്ട് നിങ്ങൾക്ക്. അതിൻ്റെ 60% നിങ്ങൾ എടുത്തിട്ടാണ് ഈ ഒരു ജന്മം വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഈ ലൈഫിലെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൻ്റേതായിട്ടുള്ള 60% ഓഫ് ദ കർമ്മ, അതായത് അത് നിങ്ങൾ ഈ ഒരു ജന്മം അനുഭവിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇത്തരത്തിലുള്ളൊരു വ്യക്തി വരണം എന്ന് ഓൾറെഡി അവിടെ എഴുതപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫ് ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കണം. ഈ വ്യക്തിയോട് തോന്നുന്ന വിധത്തിലുള്ള ഒരു നിങ്ങൾ മാരീഡാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ മക്കളുണ്ടായിരിക്കണം, പക്ഷെ അവരോടൊന്നും തോന്നാത്ത വിധത്തിലുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അഡിക്ഷൻ ആയിരിക്കണം ഈ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. ഈ ഒരു വ്യക്തിയുടെ ചെറിയതായിട്ടുള്ള ഒരു അവഗണന, സാന്നിധ്യക്കുറവ് പോലും നിങ്ങളെ വല്ലാതെ അവിടെ എഫക്റ്റ് ചെയ്യും എല്ലാ കാര്യത്തിലും എന്ന് കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കർമ്മ കൂടെയാണ് ഇവിടെ. ഓക്കെ, പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്ന വ്യക്തി തന്നെയാണ് നിങ്ങളിപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ട് പല പ്രശ്നങ്ങളിലൂടെ ആയിരിക്കണം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നങ്ങൾ പലതും നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൻ്റേതായിട്ടുള്ള കർമ്മയാണ്. അപ്പം നമ്മളിപ്പോൾ റീഡിങ് എടുക്കുമ്പോഴും നമ്മൾക്ക് ഏറെക്കുറെ പേർക്കും അതിൻ്റേതായിട്ടുള്ള കർമ്മ ബാഗേജസ് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഈ ഒരു ജന്മത്ത് ഇവരെ കണ്ടുമുട്ടിയതിന് ശേഷം ആദ്യമെല്ലാം നല്ലതായിട്ട് വരികയും പിന്നീട് അവിടെ കോംപ്ലിക്കേഷൻസ്, നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കോംപ്ലിക്കേഷൻസ് ഒരുപാട് നിങ്ങൾക്ക് ഉണ്ടാകും. അത് നിങ്ങളുടെ കർമ്മ ബാക്കാണ്. ഓൾറെഡി നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു കർമ്മ ബാക്കിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ അവിടെ ഒരു മാനസികമായിട്ടുള്ളൊരു വ്യത്യാസവും അവിടെ വരുന്നുണ്ടായിരിക്കില്ല. അതെന്തുകൊണ്ടാണ്? നിങ്ങളുടെ കർമ്മ കൊണ്ടാണ്. കഴിഞ്ഞൊരു ജന്മത്തിൻ്റേതായിട്ടുള്ള ചില നെഗറ്റീവായിട്ടുള്ള കാർമികമായിട്ടുള്ള അവസ്ഥകളിലൂടെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അവസ്ഥ. ഓക്കെ.